ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മളെ NH66 വല്യറമ്പാണ് കേട്ടോ. ഇതാ NH66 നിങ്ങൾ കാണുന്നത്. ഇവിടെ എല്ലാവർക്കും അറിയാം, ഇന്നലെ ഒരു സംഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് രണ്ട് സൈഡിൽ ഇത് കണ്ടോ, ഈ ഓവുപാലത്തിൻ്റെ ഒരു ഡേഞ്ചറായിട്ടുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ എല്ലാ വൻ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ നമ്മളൊക്കെ ഗൗരവമായിട്ട് കാണേണ്ടതാണ്. ഏത് നിമിഷവും ഈ ഓവുതാ ഇതിൻ്റെ ഇവിടെ നിന്നാണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇരുട്ടാണ്, അതുകൊണ്ട് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും അതിൻ്റെ കുറച്ച് ഭാഗം എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ വേറെ വീഡിയോ ആക്കിയിട്ട് ചെയ്തു തരാം. ഇവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാലേ ഇതിലൊക്കെ ഇറങ്ങാൻ വലിയ പണിയാട്ടെ, കുറച്ച് ഇരുട്ടുമാണ്. ഇത് കണ്ടോ, ഇത് വെള്ളം പോണ ഓവുപാലാണ്, കണ്ടില്ലേ? പക്ഷേ അതിൻ്റെ നടുവൊക്കെ നിങ്ങൾ ആകെ ഇരുന്ന് കിടക്കുകയാണ്. ഇരുന്ന് കുറച്ച് ഇരുന്നതിൻ്റെ ഒരു സിഗ്നലാണ് നമുക്ക് മേലെ കിട്ടിയിട്ടുള്ളത്. ഏതായാലും ഞാനത് വേറെ വീഡിയോ ആയിട്ട് കമൻറ്റ് ബോക്സിൽ ഇടാം. അവിടുത്തെ സാഹചര്യങ്ങൾ കൃത്യമായി തന്നെ ടോർച്ച് അടിച്ചിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ ഈ ഒരു കണ്ടില്ലേ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇരുന്നത് കണ്ടില്ലേ, ഈ ഇരുന്നതിൻ്റെ ഒരു ഡേഞ്ചർ സിറ്റുവേഷനാണ് ഇപ്പോൾ ഇതാ അവിടെ കാണുന്നത്. കണ്ടില്ലേ, ഇതുണ്ടല്ലേ, ഈ രണ്ട് സ്ഥലത്ത് പൊട്ട് കണ്ടോ. നമ്മളൊക്കെ ഭയങ്കര ഡേഞ്ചറായിട്ട് ഏറെ പേടിയോട് കൂടി ഇപ്പോൾ ഇതിലൂടെ പോകേണ്ട ഒരു അവസ്ഥയിലാണ് ഈ സർവീസ് റോഡിലൂടെ. ഏത് സമയത്തും ഇതൊക്കെ കൂടി നിലംപൊത്താൻ സാധ്യതകൾ കൂടുതലാണ് മക്കളെ. ഇവിടെ നിന്നാണ് നോക്കുമ്പോൾ തന്നെ നമുക്ക് ബേജാറാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ നിന്ന് 12 മീറ്റർ ഹൈറ്റ് ഉണ്ട്. ഇതിൽ തന്നെ നിങ്ങൾ കണ്ടില്ലേ, പൊട്ടാണ് കാണുന്നത്. പൊട്ടുള്ള സ്ഥലത്താണ് ഈ കരിയോല അടിച്ചിട്ടുണ്ട്. കണ്ടോ കറക്റ്റ് കണ്ടോളൂ കേട്ടോ പൊട്ട്. ഈ രീതിയിലേക്ക് ഇത് പൊട്ടാൻ കാരണം ഇവിടെ അടി ഇരുന്നിട്ടാണ്. അതിൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ഇതാ നമ്മളെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് കണ്ടോ, ദേശീയപാത അശാസ്ത്രീയ നിർമ്മാണത്തിനെതിരെ പഞ്ചായത്ത് സമിതിയുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതിന് വലിയ ആയുസില്ല. ഇത് നമ്മളെപ്പോലുള്ള സാധാരണ ആളുകൾ എന്നല്ല, മനുഷ്യ ജീവനുകൾ ഇതിവിടെ 24 hours യാത്ര ചെയ്യുന്നതാണ്. ഇതെല്ലാം കൂടി ഇനിയൊരു ശക്തമായ മഴ പെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഭാരം കൊണ്ട് തന്നെ ആടി 7 നിമിഷം ഇരിക്കും. ഇതിപ്പോൾ ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ പറയേണ്ട ആവശ്യമില്ല. എങ്കിലും ജനങ്ങളിലേക്ക് ഞാനൊന്ന് ബോധവാന്മാരാക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആ കാണുന്ന എന്താ അറിയോ, നമ്മളെ വല്യാറമ്പ് ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ മുൻപിലും തൊട്ട് താഴായിട്ട് അതിനോട് ഓപ്പോസിറ്റായിട്ട് ഒരു ഓവുപാലം അവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇതുപോലെ പൊട്ടിയിട്ടുണ്ട്. അതിനും ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടുന്നുണ്ട്. ആ ഭാഗത്ത് ഇപ്പോൾ ഇതിനെതിരെ ഇവിടെ ശക്തമായ പ്രതിഷേധം കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. പിന്നെ നമുക്കറിയാലോ, കൂരിയാട്ടിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ആ ഒരു ഭീതി ഏറിയിട്ടുള്ള NH-ൻ്റെ ഒരു അവസ്ഥകൾ നമ്മളിപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പല ഭാഗത്തും. ഇല്ലേ, തലപ്പാറ വിണ്ട് കയറി, അതിന് ശേഷം നമ്മളെ പാലച്ചിറമാട് ഭാഗത്ത്. ഇവിടെയാണെങ്കിൽ ഇനി ഏറ്റവും വലിയൊരു ബേജാറടിച്ചൊരു സംഭവമാണിത്. ഇതാരും അതായത് നിങ്ങളെല്ലാവരും ഞെട്ടിക്കുന്ന സംഭവമായിട്ട് പറയില്ല. നാളെ സംഭവിക്കാൻ പോണത് ഈ ഒരു ഓവുചാലിൻ്റെ അവസ്ഥ ഏത് നിമിഷം നിലം പൊത്താവുന്ന രീതിയിലാണെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. നമുക്ക് അതൊന്ന് കാണിച്ചു കൊടുത്താലോ? അവിടെ കാണാൻ പറ്റുമോ? ഞാൻ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കാണിച്ചു തരാം കേട്ടോ. ഒന്ന് ഷെയർ ചെയ്യട്ടോ, എല്ലാവരിലേക്ക് ഷെയർ ചെയ്യണേ. ഞാൻ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഈ വീഡിയോൻ്റെ, അതായത് ഇതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾക്കിത് കാണാം. ഇതാ കണ്ടില്ലേ, ഇത് പൊട്ടാണ്. ഇവിടെ നിന്ന് അങ്ങനെ പൊട്ടുണ്ട് കേട്ടോ. ഇതാ 2 പൊട്ടാണ് ഇവിടെ മൊത്തത്തിൽ. അപ്പോൾ ഇതെല്ലാം കൂടി വീണ് കഴിഞ്ഞാൽ 12 മീറ്ററാണ് ഹൈറ്റ്. പൊന്നു മക്കളെ, ഇത് കൂടി വണ്ടിയായിട്ട് പോകാൻ തന്നെ പേടിയാണ്. അപ്പോൾ ഞാൻ ഈ വിവരം ഇന്നലെ തന്നെ അറിഞ്ഞേക്കണേ, പക്ഷെ എനിക്ക് വന്ന് എല്ലാവരിലേക്കും ഈ വിവരം എത്തിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. എന്താണ്ടല്ലേ, ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഈ അമ്പലത്തിൻ്റെ തൊട്ട് താഴായിട്ട് ഒരു ഓവുചാലുണ്ട് കേട്ടോ. അല്ലേ വരാട്ടോ? അതിൻ്റെ താഴല്ലേ, ഇതിൻ്റെ താഴെ ഇതേ സ്ഥിതി തന്നെയല്ലേ? ഞാൻ കാണിച്ചു തരാം. ഇവിടെ എവിടെ സൈഡ് പൊട്ടിയണത്? അവിടെ അല്ലേ? ഇതാണോ നമുക്ക് പോകാൻ പറ്റുമോ? ഇതാണ് കേട്ടോ, ആ ഓവുചാലാണ് കാണുന്നത്. ഇതിൻ്റെ അടിയിലാണല്ലേ? ആ എവിടെ പൊട്ട്? ഈ റോഡ് പോയില്ലേ, അതിന് ശേഷം എന്ത് ചെയ്തു, ഈ പൊട്ട് ഇവിടെ കണ്ടതിന് ശേഷം ഇവിടെ ഈ പിന്നെ ഡ്രൈനേജ് പിന്നെ പൊന്തിച്ചിട്ട് പറഞ്ഞോളി ഡ്രൈനേജ് പൊന്തിച്ചിട്ട് പിന്നെ ഇവിടെ കുറച്ചുകൂടി
സർവീസ് റോഡ് ഉയർത്താണ് ഉണ്ടായത്. അത് ഇവരെ വിചാരം ഈ സർവീസ് റോഡ് ഒന്ന് ഉയർത്തിയിട്ട് ഇവിടെ ഒന്ന് ബലപ്പെടുത്തിയാൽ ഈ പൊട്ട് നിൽക്കും എന്നുള്ളതാണ് എന്നതിന് സംശയമുണ്ട്. ഇത് മൊത്തം അശാസ്ത്രീയമായ രീതിയിലാണ് കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ളതാണ് നാട്ടുകാർക്ക് മനസ്സിലാവുന്നില്ല. അതെ അതെ. ഇപ്പൊ അവിടെ പൊട്ട് പല സ്ഥലത്തും അങ്ങനെ പൊട്ടിക്കൊണ്ട് വരുന്നുണ്ട്. ഒക്കെ പൊട്ടാണ് കേട്ടോ. ഈ അമ്പലത്തിന്റെ മുന്നിലാണ് ആദ്യം പൊട്ട് നടന്നത്, പൊട്ടുണ്ടായത്. അതിന് ശേഷമാണ് പിന്നെ അവിടെ പോകുന്നത്. അവിടെ പൊട്ട് കല്ലുകളൊക്കെ പൊട്ടുണ്ടില്ലേ? അതുപോലെ അപ്പുറത്തുണ്ട്. ഇവിടെ ഇതാ കണ്ട പ്രിയപ്പെട്ടവരെ കണ്ടില്ല, പൊട്ടുണ്ടില്ലേ? ഈ പൊട്ട് ഇതിനെ നേരെ താഴെയുള്ള ഓവിച്ചാലും ഇതുപോലെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. ഇതാ അപ്പൊ ഇത് ഏത് സമയവും ഇതൊക്കെ ഇങ്ങോട്ട് പൊളിഞ്ഞെട്ടിക്കാണ്ട് വീഴാൻ സാധ്യതകൾ കൂടുതലാണ്. ഇതല്ലേ വിലട്ട, ഇതല്ലേ ഒരു ഓവിച്ചാൽ, ഇതല്ലേ താഴത്തല്ലേ? ഇതണ്ടോ? ഇതൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് പൊട്ട് തന്നെയാണുള്ളത്. ഇതാ ഇത് ലൈന് കംപ്ലീറ്റ് പൊട്ടാണല്ലോ അല്ലേ? ഇത് കണ്ടങ്ങള് ഇവിടെ നിന്നാ കണ്ടത്. സർവീസ് റോഡ് അത് ശരി. സർവീസ് റോഡ് താഴെ കൂടി പോയിട്ട് ഇവിടെ നിന്ന് പൊക്കിയതാണ്. അതിനോട് പൊക്കിയതാണ് അല്ലേ? ഈ അമ്പലത്തിന്റെ ഇവിടെ കണ്ടാലറിയാം, ഈ മണ്ണൊക്കെ പിന്നെ ഒരു ഇട്ടതാണല്ലേ? ഇതിന് താഴെ ആ ലെവലിലേനി സർവീസ് റോഡ്. ശരി. അപ്പൊ കണ്ടില്ല നിങ്ങള്, ഈ ഒരു പൊട്ട് കണ്ടപ്പോലെ സർവീസ് റോഡ് പൊക്കി. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നത് കണ്ടില്ല നിങ്ങള്? ഈ കോലത്തിൽ കണ്ട ഒരു പൊട്ട് ഇതാ ഇവിടെ, പിന്നെ ഒരു പൊട്ട് അപ്പുറത്ത് അല്ലേ? കണ്ടോ? അതും പൊട്ട് പൊട്ടി 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 ഇങ്ങനെ കയറി വേണം. അത് കുഴപ്പം തന്നെ. ഇതിന്റെ ഉള്ളിലൊക്കെ പൊട്ടി കൊടുക്കണ്ടല്ലോ എല്ലായിടത്തും അല്ലേ? പല ഭാഗത്തും ഇവിടെ കണ്ടല്ലേ? അതിന്റെ ശേഷമാണ് സർവീസ് റോഡ് ഇവിടെ പൊളിച്ചത്. ഇനിയിപ്പോ എന്താ ഒരു പോമഴിഞ്ഞൊന്നും ഇല്ല, അത് തകർക്കാൻ തന്നെ. മറ്റേ കൊണ്ടുവന്നാലേ നടക്കുള്ളൂ. പാലം അല്ലാതെ ഇവിടെ ഒരു പോം വഴി കാണാൻ ഒരു മാർഗമില്ല. ഇല്ലല്ലേ? ഈ ഒന്നാമത് ഇവിടെ പാടം ഏരിയയാണ്. അപ്പൊ ഇവിടേക്ക് ഈ വെള്ളം ഇവിടുന്ന് ഒഴുകി പോകാഞ്ഞാല് അത് ഏറെ ബുദ്ധിമുട്ട് വേറെ വരും. അതാണ് ഇപ്പൊ പ്രശ്നം. അതുകൊണ്ട് ഇതിനൊന്നും വലിയ ആയുസില്ല കേട്ടോ. എനിക്ക് പറയാനുള്ള എന്താ അറിയോ, ഇതിന് തീരെ ആയുസില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഏത് സമയവും ഇതൊക്കെ കൂടി പൊളിഞ്ഞട്ടി വീഴുന്ന ഒരു സാഹചര്യം തന്നെയാണ്. എന്തെങ്കിലും ഒരു പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം കാണാഞ്ഞാൽ അത് ഇരുന്ന് പോകും. അവിടെ ആ കോലത്തിൽ തന്നെയാണ് ഓവുചാലിൻ്റെ സ്ഥിതിഗതി എന്നുള്ളത് തന്നെയാണ് ഇപ്പം നമ്മൾ കണ്ടപ്പോൾ മനസ്സിലായത്. അപ്പോൾ ഞാനിപ്പോൾ ഇന്നിങ്ങോട്ട് വരാൻ വിചാരിച്ചതല്ല. കാലിന് ചെറിയൊരു പണി കിട്ടി കിടക്കുക, എന്നാലും വേണ്ടിയില്ല. അതെന്താ വെച്ചാൽ ഇതിൻ്റെ ആ ഒരു ആവശ്യം, നമ്മളൊരു ആവശ്യമാണ് കുറേ ആളുകളിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുവിധം അങ്ങോട്ട് തപ്പിപ്പിടിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് അറിയട്ടെ. അത് മാത്രമല്ല കമൻറ്റ് ബോക്സിൽ ഞാൻ അതിൻ്റെ ഉള്ളിൽ ആ ഓവുചാലിൻ്റെ സ്ഥിതി, അതായത് നമ്മളെ മൂലോടൊക്കെ ഇല്ലേ, അതുപോലെ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഏത് സമയത്തും താഴാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈ ഒരു ബാക്കിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഹൈറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് ബേജാറാണ്. അവിടെ നിന്നാണ്ട് വണ്ടിയായിട്ട് പോകുമ്പോൾ തന്നെ അല്ലേ പല സ്ഥലത്തും സ്ഥിതിഗതികൾ ഇങ്ങനെയാണ്. ഈ ഭാഗം നോക്കുകയാണെങ്കിൽ ഈ സർവീസ് റോഡ് ഇവിടെ നിന്നാണ് ഉയർത്തിയതാട്ടോ. ഇതിന്റെ അടിയിൽ ഒരു ഓവുചാലല്ലേ? തന്നെയല്ലേ ഇത്? അതിനുള്ള സ്ഥിതി ഇതും ഇതുപോലെ തന്നെ താന്നണല്ലേ? അവിടെയാണ് കൂടുതൽ. അല്ല, എന്തായാലും സിഗ്നൽ ഉണ്ട്. കാരണം അത് താന്നതിന്റെ ഒരു ലക്ഷണം തന്നെയാണ് ഈ പൊട്ട് എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലേ? അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇതിപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ജീവന് ആപത്താണ്. അത് മാത്രമാണ് ഇതിൽ നമ്മളൊക്കെ ഇപ്പോൾ കണ്ടപ്പോൾ. ഞാനും അതിൻ്റെ ഉള്ളിൽ പോയി നോക്കി കേട്ടോ. ആ ഓവുചാലിൻ്റെ ഉള്ളിൽ ഞാനും പോയി നോക്കി കണ്ട ശേഷമാണ് പിന്നെ നമ്മളെന്നലെ അല്ലേ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്നിട്ടുണ്ടായിരുന്നു. MLA കണ്ട് ഇതിനൊക്കെ പറ്റിയൊക്കെ കണ്ട് വന്നിരുന്നില്ലേ? KPCC പ്രസിഡന്റ് വന്നിരുന്നത്. പിന്നെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് അവരെല്ലാം കൂടി ഭരണസമിതിൻ്റെ ഒരു പ്രതിഷേധവും ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും നല്ല രീതിയിൽ തന്നെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ഇതിനെ പ്രതിഷേധിക്കുക. പരമാവധി ഇതിൻ്റെ ഒരു ഗൗരവം പൊതുജനങ്ങളെ ഇടയ്ക്കല്ല, ഇതിൻ്റെ ഈ ഒരു റോഡ് അതോറിറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. ഇനി ഒരു ജീവൻ ഇവിടെ ഒന്നും പൊലിയാണ്ട് നിൽക്കട്ടെ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയാണ് അവസാനമായിട്ട്. എന്തായാലും ഷെയർ ഒന്ന് ചെയ്തേ കിട്ടും എല്ലാവരിലേക്കും. ഒരിക്കൽ കൂടി ഞാൻ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു നമുക്കൊക്കെ പേടി തോന്നുന്ന ആ ഒരു കാഴ്ച ഞാൻ എന്തായാലും പൊട്ടിയതും അതുപോലെ തന്നെ താന്ന് എത്രത്തോളം കിടക്കുന്നുണ്ടെന്നൊക്കെ ഞങ്ങൾക്ക് എത്തിച്ചേരാം കേട്ടോ.